ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഞങ്ങളിന്ന് നോമ്പുകാർക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ദിവസമായി ബിരിയാണി തിന്നാൻ പൂതിയാണ്. ഇവിടെ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ചോറൊക്കെ കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ ബോറടിച്ച് തുടങ്ങി. അപ്പോൾ അടുത്തുള്ള മാർക്കറ്റിൽ പോയിട്ട് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വിചാരിച്ച്. നാട്ടിലത്തെ ബിരിയാണീൻ്റെ പോലെ കുറേ സ്പൈസസ് ഒന്നും ഇട്ടിട്ടുള്ള ബിരിയാണി അല്ല, ഇവിടുന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മുളകിന് കിലോ കണക്കിനാണ് പൈസ കൊടുക്കണമെങ്കിൽ ഇവിടെ ഓരോ മുളകിനാണ് പൈസ. ഇവിടെ ലോക്കൽസിന് ഇംഗ്ലീഷ് ഒന്നും അറിയാത്തതുകൊണ്ട് ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അല്ലറ ചില്ലറ ഉസ്ബക്ക് വാക്ക് വെച്ചിട്ട് ഞങ്ങൾ മേടിക്കും. ഇവിടെ കഞ്ചാന്ന് പറഞ്ഞാൽ എത്രയെന്നും ചിഗർമ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടുമാണ്. ഈ ചിഗർമ എന്ന് കേട്ടാൽ തന്നെ അവർ ചോദിക്കും ഇന്ത്യൻസ് ആണോ എന്ന്. ഞങ്ങൾ ഒട്ടുമിക്ക സമയത്തും ഇവിടെ നിന്നാണ് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ മേടിക്കുക. കാരണം അവിടെ അത്യാവശ്യം വില കുറവിനാണ് സാധനങ്ങൾ കിട്ടാറ്. വാങ്ങിച്ച സാധനങ്ങളൊന്നും ബില്ല് ചെയ്യാതെ ഫിദന്റെ ക്യൂട്ട്നെസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ പോയി. ഇവിടെ ഞങ്ങൾ വില പേച്ച് ഇന്ത്യൻസ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവരെ കയ്യിലെടുത്ത് കുറഞ്ഞ പൈസക്ക് ചിക്കനും മേടിച്ച് ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണ് ചിക്കൻ എടുത്തിട്ടില്ല, പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. അങ്ങനെ അവർ രണ്ടാളെ ഹോസ്റ്റലിലാക്കി ഞാൻ തിരിച്ച് ചിക്കൻ എടുക്കാൻ പോന്നു. തിരിച്ചു വരുമ്പോൾ ഒരു ക്യൂട്ട് കുട്ടീനെ കണ്ട് അതിനെ കുറേ നോക്കിയിരുന്ന്. പിന്നെ തൈരും പാലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ ബിരിയാണീൻ്റെ റെസിപ്പിയാണെന്ന് സുഹാന പറയണത്. പിന്നെ ഞങ്ങൾ കിച്ചണിൽ കയറി ഞങ്ങൾ അംഗം തുടങ്ങി. ഞങ്ങളെ കൂട്ടത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് സുഹാനയാണ്. അവളാണ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരിക. ഞങ്ങൾ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ കൂടെ കൂടലാണ് പതിവ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഞങ്ങൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. ഇവിടുത്തെ ഹോസ്റ്റൽ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതലും നോർത്ത് ബേസ്ഡ് ഫുഡാണ് ഞങ്ങൾക്ക് കിട്ടുക. അതിനോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഞങ്ങൾക്കൊരു പൂതി വരുമ്പോൾ ബിരിയാണി, മന്തി, ഫുൾ ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ 30 മിനിറ്റ് ചിക്കൻ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അത് പൊരിച്ചെടുത്ത് അങ്ങനെ ഞങ്ങൾ കട്ടിങ് പരിപാടീസിലൊക്കെ കടന്ന് ഉള്ളി, തക്കാളി, മല്ലി, മുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കുനുകുനുകുനായിട്ട് കട്ട് ചെയ്യണമെന്ന് സുഹാനിൻ്റെ പ്രത്യേക ഓർഡറാണ്. ബിരിയാണി, മന്തിയൊക്കെ ഉണ്ടാക്കാൻ ഒരു ബ്ലെൻഡർ അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഒരു ഹാൻഡ് ബ്ലെൻഡർ മേടിച്ച്. അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ വളരെ സൂപ്പർ ആയതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഞങ്ങളെ ബ്ലെൻഡർ. മറ്റേ ബ്ലെൻഡർ വർക്ക് ചെയ്യൂല, മറ്റേ ബ്ലെൻഡറിൽ ഒരു മുട്ട പോലും അടിയൂല. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഇവിടുത്തെ കിച്ചൺ എന്ന് വെച്ചാൽ 2 സ്റ്റൗ ആണ് ഞങ്ങൾ ഒരു ഫ്ലോറിനുള്ളത്. 2 കിച്ചൺ ഉണ്ട്, ഒരു കിച്ചണിൽ 2 സ്റ്റൗ. ഇപ്പം നോമ്പിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേന് കിച്ചൺ കംപ്ലീറ്റ് ഫില്ലാവും. അവിടെ ഞങ്ങളിന്ന് നേരത്തെ ഇറങ്ങി വീഡിയോയും എടുക്കാമല്ലോ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കുക്കിങ്ങിന് വേണ്ട പാത്രങ്ങളാണെങ്കിലും പൊടികളാണെങ്കിലും കൊടുന്നിരുന്നു. 1-2 തവണ ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊടുത്തയക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ മാത്രമായിരുന്നു കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു കുക്കൊക്കെ ചെയ്യാൻ. ഇപ്പോൾ കുറേ കുട്ടികൾ ഹോസ്റ്റലിൽ പുതിയതായി വന്നതുകൊണ്ട് കിച്ചണൊക്കെ കുറച്ച് തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാനൊക്കെ അതിൻ്റെതായ പരിമിതികളുണ്ട്. അങ്ങനെ ബിരിയാണിക്കുള്ള മസാല ഒക്കെ റെഡിയായി. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് മെസ്സിന്ന് ബിരിയാണി കിട്ടിയെങ്കിലും അതൊരു നാട്ടിലത്തെ ബിരിയാണിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു മന്തി ബിരിയാണി മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് ഞങ്ങൾ പൊരിച്ച് ചിക്കൻ ചേർത്ത് പിന്നെ കുറച്ച് ചിക്കൻ മാറ്റി വെക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് കട്ട്ലേറ്റും കൂടി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മെസ്സിന്ന് ഒരു ബസുമതി റൈസ് പോലത്തെ ഒരു റൈസാണ് കിട്ടുക, ബാരി റൈസ് എന്ന് പറയും. ഞങ്ങളിവിടെ ബിരിയാണിയോ മന്തിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മെസ്സിന്ന് ആ റൈസ് എടുത്തിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുക. ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുക്കറിലാണ് അത് ദമ്മിടുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുക. അതിനുശേഷം ഞങ്ങൾ കട്ട്ലേറ്റിൻ്റെ പരിപാടിയിലോട്ട് കടന്ന് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളൻകിഴങ്ങൊക്കെ കട്ട് ചെയ്ത് വേവിക്കാൻ വെച്ച്. ഇവിടെ മെസ്സിൽ നോമ്പ് തുറക്കാൻ സാധനങ്ങളൊക്കെ കിട്ടിയെങ്കിലും നമുക്ക് കുറേ പൊരിക്കടികൾ ഉണ്ടെങ്കിലല്ലേ ഒന്ന് റാഹത്താവുള്ളൂ. അതുകൊണ്ട് തന്നെ മെസ്സിൽ നിന്ന് കിട്ടുന്നതിന് പുറമെ ഞങ്ങൾ ഏതെങ്കിലും പൊരിക്കടികൾ ഉണ്ടാക്കും. നേരത്തെ ഞങ്ങൾ ബിരിയാണിക്ക് മസാലക്കൂട്ട് ഉണ്ടാക്കുമ്പോൾ കട്ട്ലേറ്റിനും ഉണ്ടാക്കി വെച്ചിരുന്ന് അതിൽ സ്മാഷ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് മിക്സ് ചെയ്ത്. അതിൻ്റെ അടുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഡോക് ഡയറി. അതും കൂടെ ഒന്ന് ഫോളോ ആക്കണേ, ലിങ്ക് ഞങ്ങളെ ബയോയിലുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത മസാല ഞങ്ങൾ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് അതിലേക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ടു. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒരു വലിയ മെസ് ഹാൾ ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ ഫുഡ് റെഡിയാവുക. ഞങ്ങൾ താഴത്ത് പോയിട്ട് അത് എടുക്കണം. നോമ്പും കൂടെ ആയതുകൊണ്ട് മെസ് ഹാളിൽ നല്ല തിരക്കാണ്, ലൈൻ നിൽക്കണം ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. കട്ട്ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ഞങ്ങൾ 3 പേരും പോയിട്ട് ഫുഡ് മേടിച്ച്. ഇന്ന് മെസ്സിൽ നിന്ന് ആലു സമോസയും ഫ്രൂട്ട്സുമാണ് കിട്ടിയത്. പിന്നെ നേരത്തെ പറഞ്ഞ ബ്ലെൻഡർ അടിപൊളി ആയതുകൊണ്ട് കോട്ട് ചെയ്യാനുള്ള ബ്രെഡ് ക്രംസ് ഞങ്ങൾക്ക് ഫൈനായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത്. ഹോസ്റ്റലിൽ വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മിസ്സ് കിച്ചണിക്ക് കയറി വന്നിട്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു. മിസ്സ് ഒരു ഉസ്ബക്കി ആയതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ കട്ട്ലേറ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തരിക്കഞ്ഞിയും കൂടി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ
ഞങ്ങൾ എല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ച് ടേബിളിൽ. എന്നും ഞങ്ങൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിൽ ഒരു 5 മിനിറ്റ് മുന്നെയാണ് ബാങ്ക് കൊടുക്കണതിൻ്റെ. ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. നാട്ടിൽ നമ്മൾ ബാങ്ക് വെയിറ്റ് ചെയ്തിരിക്കൂലേ, അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഫീലൊന്നും ഇവിടെ കിട്ടൂല. കാരണം ഇവിടെ ബാങ്ക് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോണിലാണ് ബാങ്ക് സെറ്റ് ചെയ്തിട്ട് നോമ്പറക്കൽ. ഫസ്റ്റ് ഞങ്ങൾ പൊരിക്കടികളൊക്കെ കഴിച്ച് പിന്നെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിക്കൽ. പിന്നെ ഞങ്ങൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ കിടക്കൽ. അപ്പം അത്രേ ഉള്ളൂ ഞങ്ങൾ നോമ്പറിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.